അപ്പോൾ അടുത്ത ടോപ്പിക്കാണ് മോഷണൽ ഇ എം എഫ്. മോഷണൽ ഇ എം എഫ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടക്ടറിൻ്റെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു മോഷൻ കാരണം പ്രൊഡ്യൂസ് ആവുന്ന ഒരു ഇ എം എഫ് ആണ് മോഷണൽ ഇ എം എഫ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ഡെറിവേഷനാണ്. നമ്മൾ മെല്ലെ മെല്ലെ ചാപ്റ്ററിൻ്റെ ഡെറിവേഷൻസിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ മോഷണൽ ഇ എം എഫ് ചെറിയ ഡെറിവേഷനാണ്, വളരെ സിമ്പിളാണ്, 2 മാർക്കിന് ചോദിക്കാം. നമ്മൾ ആദ്യം ഇവിടെ ഒരു ഫ്രെയിം കൺസിഡർ ചെയ്യുകയാണ്. ഫ്രെയിം, അതിൽ ഞാനൊരു കണ്ടക്ടർ വെച്ചു. ഓക്കെ, ഇനി മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിലേക്കാണ്. അത് ഞാൻ ക്രോസും കൊണ്ടല്ലേ നമ്മൾ എന്ത് ചെയ്യുക, ഡിനോട്ട് ചെയ്യുക. യെസ്, മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിലേക്കാണ്. ഈ കണ്ടക്ടറിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ, ഈ കണ്ടക്ടർ ഒരു വി വെലോസിറ്റിയിൽ പോകുന്നുണ്ട്. ഓക്കെ, മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം എന്നിട്ട് ഈ ഒരു ഡിസ്റ്റൻസ് കണ്ടോ, ഇത് നമ്മുടെ കൺഫ്യൂഷൻ ആക്കുന്നില്ല. നമുക്കറിയാം എൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദി പ്ലെയിനാണ്, ഉള്ളിലേക്കാണ്. ഞാൻ ഈ ഡിസ്റ്റൻസിനെ എക്സ് എന്ന് വിളിച്ചു. ഓക്കെ, ഇനി ഞാൻ ഈ ഫ്രെയിമിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സർഫസിൻ്റെ ലെങ്ത്തിനെ ഞാൻ എൽ എന്നും ഡിനോട്ട് ചെയ്തു. നോ പ്രോബ്ലം. യെസ്, ഇനി ഇവിടെ ഉണ്ടാകുന്ന ഫ്ലക്സ് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഫ്ലക്സ് ആദ്യത്തെ സ്റ്റെപ്പ്. ഫ്ലക്സ് എന്ന് പറയുന്നത് ബി ഡോട്ട് ഡി എസ് അല്ലേ. ഇവിടെ ഡി എസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഏരിയ. ഓക്കെ, ചെറിയ സർഫസ് ഏരിയ അല്ല, നമ്മൾ ഈ ഫ്രെയിമിൻ്റെ മൊത്തം എടുത്തു. അതുകൊണ്ട് ഫ്ലക്സ് ഇസ് ഈക്വൽ ടു ബി എ. ഓക്കെ, ബി ഡി എസ് കോസ് തീറ്റയാണ്. അപ്പോൾ ഇവിടെ ബി എ കോസ് തീറ്റ ആണ് നമ്മൾ എഴുതി. പക്ഷെ എന്നിരുന്നാലും ഈ ഏരിയ, ഈ ഫ്രെയിമിൻ്റെ ഏരിയയും ഈ മാഗ്നറ്റിക് ഫീൽഡും പാരലലാണ്. പാരലലായതുകൊണ്ട് തന്നെ ഇവരുടെ തീറ്റ എന്തായിരിക്കും? 0 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാൻ സാധിക്കും ഫ്ലക്സ് ഇസ് ഈക്വൽ ടു ബി എ കോസ് 0, ദാറ്റ് ഈസ് ബി എ കോസ് 0 1 ആണ്. ഓക്കെ, ഇനി ഫ്ലക്സ് നമ്മൾ പറഞ്ഞു ബി എ ആണ് അല്ലേ. ഇതിൻ്റെ ഏരിയ എന്തായിരിക്കും ഈ ഫ്രെയിമിൻ്റെ? ഓക്കെ, ഫ്ലക്സ് ബി എ. വാട്ട് ഈസ് ഏരിയ? ഏരിയ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ലെങ്ത്തിൻ്റെ ബ്രെത്ത് അല്ലേ. യെസ്, ലെങ്ത്ത് എന്താണ്? എൽ. ബ്രെത്ത് എന്താണ്? എക്സ്. അപ്പോൾ ഫ്ലക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ബി ഇൻറ്റു ഏരിയ എന്ന് പറഞ്ഞാൽ LX. ഓക്കെ, ഇനി 2 സൈഡ് ഞാൻ ഡെറിവേറ്റീവ് എടുത്തു. d/dt ഓഫ് ഫ്ലക്സ് ഈക്വൽ ടു d/dt ഓഫ് BLX. ഓക്കെ, ഇനി അക്കോർഡിംഗ് ടു ഫാരഡേസ് ലോ, വാട്ട് ഈസ് d/dt ഓഫ് ഫ്ലക്സ്? യെസ്, അവിടെ ഉണ്ടാകുന്ന ഇ എം എഫ് എന്തിനോട് പ്രൊപ്പോർഷണൽ ആയിരിക്കും? യെസ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ്. അപ്പോൾ ഇവിടെ ഉണ്ടായ ഇ എം എഫ് എന്തിനോട് പ്രൊപ്പോർഷണൽ ആയിരിക്കും? യെസ്, ഡി ഫ്ലക്സ് ബൈ ഡി ടി. ഡി ഫൈ, ഈ ചിഹ്നം ഫൈ ആണ്, ഫ്ലക്സ് എന്ന് ഞാൻ വിളിച്ചു. ഓക്കെ, അപ്പോൾ ഇ എന്ന് പറയുന്നത് ഡി ഫൈ ബൈ ഡി ടി. അപ്പോൾ ഞാൻ അതിനെ ഇ എന്ന് എഴുതി. ഓക്കെ, യെസ്. ഇനി ഇവിടെ ഈ സിസ്റ്റം ഓൾറൗണ്ട് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് മാറുന്നുണ്ടോ? ഇല്ല, ഞാൻ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചു. ലെങ്ത്ത് ഞാൻ മാറ്റുന്നില്ല, അത് കോൺസ്റ്റൻ്റ് ആക്കി വെച്ചു. പക്ഷേ ഈ കണ്ടക്ടർ മൂവ് ആവുന്ന സമയത്ത് ഈ എക്സ് മാറിക്കളിക്കില്ലേ? യെസ്, അപ്പോൾ എക്സ് ഞാൻ ഡെറിവേറ്റീവ് ചെയ്തേ പറ്റൂ. d/dt ഓഫ് എക്സ്. ഓക്കെ, ഇനി ലാസ്റ്റ് സ്റ്റെപ്പ്, ഇതോടുകൂടി ഡെറിവേഷൻ കഴിഞ്ഞു. അപ്പോൾ E is equal to BL into d/dt of x, displacement in the derivative, velocity BLV. ഓക്കെ, ഇതാണ് മോഷണൽ ഇ എം എഫിൻ്റെ ഇക്വേഷൻ എന്ന് പറയും. നമ്മൾ ഇതിൽ മാഗ്നിറ്റ്യൂഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ലെൻസസ് ലോ പ്രകാരം -d∅/dt ആണ്. പക്ഷേ നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്തുകൊണ്ട്
പ്ലസ് കിട്ടി. ഓക്കെ, മൈനസ് എടുത്ത് എഴുതാം, പക്ഷേ പ്ലസ് എഴുതുന്നതാണ് നല്ലത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ മോഷൻ EMF എന്ന് പറയുന്ന ടോപ്പിക് അവസാനിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.